ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകം 3 അധ്യായങ്ങളെ കുറിച്ച് മനനം ചെയ്തു. 4ാമത്തെ അധ്യായത്തെ കുറിച്ചാണ് വിചാരം ചെയ്യേണ്ടത്. ആകെ 10 അധ്യായങ്ങളാണ് ഈ കൃതിയിലുള്ളത്. ഈ കൃതിയുടെ അധ്യായങ്ങളെ പരിശോധിച്ചാൽ 3 അധ്യായം കഴിഞ്ഞ് ആ 3 അധ്യായങ്ങളിലും പ്രതിപാദിച്ച വിഷയത്തിൽ നിന്ന് അല്പം ഭിന്നമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് 4ാമത്തെ അധ്യായമുള്ളത്. ഈ ഗ്രന്ഥത്തിന്റെ പൊതുവായ ഒരു താല്പര്യം നമ്മൾ മനസ്സിലാക്കി ഗ്രന്ഥം അധ്യയനം ചെയ്യാൻ തുടങ്ങിയാൽ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ആ ട്രാക്കിൽ അല്പം മാറിയാണല്ലോ ഈ 4ാമത്തെ അധ്യായം വരുന്നത് എന്ന് ചിന്തിച്ചേക്കാം. വാസ്തവത്തിൽ 4ാമത്തെ അധ്യായം എന്നുള്ളത് 5ാമത്തെ അധ്യായത്തിനൊരു അടിത്തറയാണ്. 5ാമത്തെ അധ്യായത്തിന്റെ പ്രവേശികയാണ്. 5ാമത്തെ അധ്യായമാണ് ആശ്രമ ധർമ്മങ്ങൾ. ആ ആശ്രമ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരു വ്യക്തി, ഒരു മനുഷ്യനെ ഗർഭകാലത്തും ഗർഭാനന്തരമുള്ള ആദ്യകാലത്തും ഒരു മനുഷ്യനെ സജ്ജമാക്കുന്ന പ്രതിപാദ്യ വിഷയമാണ് ഈ 4ാമത്തെ അധ്യായത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ മലയാളത്തിലൊക്കെ കേൾക്കുന്ന ഒരു പദമാണ് പ്രാകൃതം എന്നുള്ളത്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃത്യാൽ ഉള്ളത് എന്നാണ്. ഒന്നിന്റെ പ്രകൃത്യാലുള്ള സ്വഭാവം എങ്ങനെയാണോ അതിനാണ് പ്രാകൃതം എന്ന് പറയുന്നത്. പ്രാകൃതം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ഹീനമായ അർത്ഥമില്ല. പ്രാകൃതമായ ഒന്നിനെ സംസ്കരിച്ചെടുക്കുമ്പോൾ അതിനെ സംസ്കൃതം എന്ന് പറയുന്നു. നോക്കൂ, മൃഗങ്ങള് അവര് പ്രാകൃതമായ ജീവിതമാണ് നയിക്കുന്നത്. മീൻസ് പ്രാകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രകൃത്യാലുള്ള ജീവിതം. എങ്ങനെയാണോ പ്രകൃതി അവർക്കൊരു ജീവിത പന്ഥാവിന് ഒരുക്കി കൊടുത്തത് അതിനനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകുന്നുള്ളൂ. നമ്മൾ മൃഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യകാരനായ സിംഹം ഇന്നുണ്ടോ? ആ ഒരു സിംഹം നല്ല സാഹിത്യവാസനയുള്ള സിംഹമാണ്. അല്ലെങ്കിൽ ആ കടുവ നല്ല കവിതയൊക്കെ എഴുതാൻ അറിയുന്ന ഒരു കടുവയാണ്. അല്ലെങ്കിൽ ആ പൂച്ച വളരെ വിശിഷ്ടമായ, വളരെ ചിന്തകനായ, തത്വചിന്തകനായ ഒരു പൂച്ചയാണ് ഒന്നും ആരും പറയില്ല. എല്ലാ മൃഗങ്ങളെ സംബന്ധിച്ചും ആഹാരനിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണം. എല്ലാ മൃഗങ്ങൾക്കും ഈ ആഹാരം കഴിക്കുക, ഉറങ്ങുക, പ്രത്യുൽപാദനം, അങ്ങനെയുള്ള പ്രകൃതിയാലുള്ള കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടതാണ് അവരുടെ ജീവിതം. മനുഷ്യനും വാസ്തവത്തിൽ ഒരു മൃഗം തന്നെയാണ്. മനുഷ്യൻ ഈ മറ്റു മൃഗങ്ങളെ പോലെ ഇവിടെ ജനിച്ചു വീണ അനേക സ്പീഷീസിൽപ്പെട്ട ഒരു സ്പീഷീസ്, ഒരു മൃഗം തന്നെയാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യന്റെ ജീവിതം പ്രകൃത്യാലുള്ള പ്രാകൃതമായ ഒരു ജീവിതമല്ല. മറിച്ച് മനുഷ്യൻ ആ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുന്നുണ്ട്. പ്രാകൃതമായ ജീവിതമാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല. പരസ്പരം ഉയർന്ന ഒരു വീക്ഷണത്തെ, ഉയർന്ന ഒരു കാഴ്ചപ്പാടിനെ ഇരുന്ന് ചിന്തിക്കുകയും ആ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ മനുഷ്യന്റെ ഭൗതികമായും സാമുദായികമായും ഗോത്രീയമായും ആധ്യാത്മികമായും ഉള്ള ഏത് മേഖലകളും
അത് സംസ്കരിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യ സമൂഹം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യത്തെ മനുഷ്യന് നേടിയെടുക്കാൻ വേണ്ടി അവന്റെ ജീവിതത്തെ സംസ്കരിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് കേവലം പ്രകൃതിയാലുള്ള ഒരു വീക്ഷണത്തെ, ഒരു പ്രാകൃതമായ ഒരു വീക്ഷണത്തെ മാത്രം നോക്കിക്കാണുന്നത്, ഒരു എന്താ പറയുക, പ്രാകൃതമായ തരത്തിൽ മാത്രം ജീവിതത്തെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരാൾക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇത്തരം അധ്യായങ്ങളുടെ അന്തസത്തയെ ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ യുഗമാണ്. സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ വലിയ ഒരു ശക്തിയായി വളരേണ്ടുന്ന ബാല്യ, യൗവന, കൗമാര തലമുറകൾ, അവരിൽ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ചെലുത്തുന്നത്. അപ്പൊ കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു വീഡിയോ കണ്ടു. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി, ഒരു സ്കൂൾ വിദ്യാർത്ഥി തന്റെ അധ്യാപകനെ ശാസിക്കുകയാണ്. പിടിച്ചു വെച്ച ഫോൺ തിരിച്ചു തന്നില്ലെങ്കിൽ നീ പുറത്തിറങ്ങിയ ഞാൻ തട്ടിക്കളയും എന്ന് ക്ലാസ് റൂമിൽ കയറി പറയുകയാണ്. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്കൊരു അധ്യാപകനെ കാണുമ്പോൾ വലിയ ഭയമായിരിക്കും. അധ്യാപകനോട് നേരിട്ട് പോലും സംസാരിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകില്ല. ക്ലാസ് റൂമിൽ അധ്യാപകന്മാർ ഇരിക്കുന്ന സ്റ്റാഫ് റൂമിലേക്ക് പോലും ഒന്ന് ചെന്നൊരു കാര്യം പറയാൻ വലിയ ഭയമായിരിക്കും. നമുക്ക് എത്ര പെട്ടെന്നാണ് അത് മാറി മറഞ്ഞത്. ഒരു വിദ്യാർത്ഥി നേരിട്ട് ക്ലാസ് റൂമിലേക്ക് കയറി, സ്റ്റാഫ് റൂമിലേക്ക് കയറി അധ്യാപകനെ ഭീഷണിപ്പെടുത്താൻ, ഇങ്ങനെ തട്ടിക്കളയുന്ന പറയുന്നത്, പുറത്തേക്ക് എറിയും, ഇങ്ങനെ തട്ടിക്കളയും, ഇതാണ് പറയുന്നത്. പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയുടെ വലിയ ഒരു സ്വാധീനം യുവതലമുറക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഏത് ആശയങ്ങളെയും വളരെ പുച്ഛിച്ച്, വളരെ പരിഹസിച്ച്, വളരെ നിന്ദിച്ച് തള്ളിക്കളയുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം ആശയങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും സ്വയം മറ്റുള്ളവരാൽ അപമാനിതരാകുമെന്ന് കരുതി നമ്മളും ഇത്തരം കാര്യങ്ങളെ പറയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ വികാസത്തിന് വേണ്ടി കേവലം പ്രാകൃതമായ രീതിയിൽ മാത്രം മുന്നോട്ട് പോകാതെ അതിനെ സംസ്കരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സൂതക ധർമ്മത്തിൽ ഗുരുദേവൻ ഉന്നതങ്ങളായ ആശയങ്ങളെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ അധ്യായത്തിൽ ആദ്യ ശ്ലോകങ്ങൾ നമ്മളൊരു ക്ലാസ്സിൽ ചൊല്ലിയിരുന്നു. ആ ആദ്യ ശ്ലോകങ്ങൾ ഏതാണ്ട് 108 വരെയുള്ള ശ്ലോകങ്ങൾ. അത് എങ്ങനെയാണ് സൂതകധർമ്മം? അപ്പൊ നമുക്ക് ഇന്നത്തെ ഭാഷയിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ആധുനിക സംവിധാനവുമായി ചേർത്ത് മനസ്സിലാക്കാൻ, ഇതൊരു സ്മൃതി ഗ്രന്ഥമായതുകൊണ്ട്, ശ്രീനാരായണ സ്മൃതി എന്നും ഈ കൃതിക്ക് പേരുണ്ട്. അപ്പൊ സ്മൃതി ഗ്രന്ഥമായതുകൊണ്ട് അതാത് കാലത്തെ ദേശത്തെ ഒരു സ്വാധീനം ഇതിലുണ്ടാകും. ഇപ്പൊ നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമായതുകൊണ്ട് നൂറ്റാണ്ട് മുമ്പ് എങ്ങനെയാണോ പ്രസവധർമ്മം നടന്നിരുന്നത് ആ ഒരു കാര്യങ്ങളെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇന്നത്തെ ആധുനിക ഭാഷയിലേക്ക്, ആധുനിക കാലഘട്ടത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി ചിന്തിച്ചാൽ മതി. ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധിയെ കുറിച്ചാണ് ഗുരുവൻ പറഞ്ഞത്. ഏറ്റവും ശുദ്ധമായിരിക്കണം, സാത്വികമായിരിക്കണം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് 108-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നു, ഭവിത പ്രസൂത ശൗച ശുദ്ധിരേകാദശേ അഹനി ആശൗചാന്തേ ശുദ്ധികർമ്മ പുണ്യം അന്യച്ച കാര്യയത് പ്രസൂത ശൗച ശുദ്ധി ഏകാദശേ അഹനി ഭവിത. പ്രസവാനന്തരമുള്ള ശുചിത്വ കർമ്മം. നമുക്ക് ഗുരുദേവന് ശുചിത്വ കർമ്മം എന്നാണ് ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വാലായ്മ എന്നൊരു ഗ്രാമ്യ ഭാഷയുണ്ട് സൂതകധർമ്മത്തിൽ. പ്രസവാനന്തരമുള്ള അശുചിയെയാണ് സൂതകം എന്ന് പറയുന്നത്, അഥവാ വാലായ്മ. മരണാനന്തരമുള്ള ബന്ധുജനങ്ങൾക്ക് വന്നു ചേരുന്ന അശുചിയെ പുല എന്ന് പറയുന്നു. അതിനെ സംസ്കൃതത്തിലെ പാതകം എന്ന് പറയുന്നു. ഈ വാലായ്മയും പുലയും കുറിച്ച് വളരെ വലിയ മിഥ്യാധാരണകളുണ്ട്. അത് എന്തോ ഒരു അശുചിയാണ് എന്നുള്ള ഭാവത്തിലിരിക്കുന്നത്. അത് വാസ്തവത്തിൽ അശുചിയല്ല. പണ്ട് കാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി, ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ബാഹ്യമായിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിശ്ചിത കാലഘട്ടം
അതിനെ സ്വസ്ഥമായിട്ട് ഒരു ക്വാറന്റൈൻ എന്ന രീതിയിൽ സ്വസ്ഥമായിട്ട് അതിനെ ജീവിക്കാൻ അനുവദിക്കുന്നു. മറ്റുള്ള ആൾക്കാരുടെ ഇടപെടൽ അത്രയില്ല. അത് അമ്മയെയും കുഞ്ഞിനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കും. അത് അന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. ഇന്ന് കാലഘട്ടം ഒരുപാട് മുന്നോട്ട് പോയി. വാസ്തവത്തിൽ ഇന്ന് ഈ വാലായ്മ എന്നുള്ള ആ ഒരു പദ്ധതിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ ഗുരുവിന്റെ സൂതകധർമ്മം എന്ന് പറയുന്നത് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അശുദ്ധി കൽപ്പിച്ച് ദൂരേക്ക് ഒതുക്കി വെക്കുക, അതല്ല സൂതകധർമ്മം. മറിച്ച് ഗുരു പറയുന്നു, ആശൗചാന്തെ അന്യത് ശുദ്ധികർമ്മ പുണ്യം ച കാരയത്. ഒരു സ്ത്രീ അവൾ പ്രസവിച്ചതിന് ശേഷം 11 ദിവസത്തിന് ശേഷം ആശൗചം ശുദ്ധികർമ്മങ്ങൾ ചെയ്യണം. ഈ ഏകാദശി അഹനി 11ാം ദിവസത്തിന് ശേഷം ശുദ്ധികർമ്മം ചെയ്യണം എന്നുള്ളത് വളരെ വിസ്തരിച്ച് ആയുർവേദത്തിൽ ചരക സംഹിത ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ അതിന്റെ വിധിവിധാനങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് കുളിക്കേണ്ടത്, അതിൽ ഏതൊക്കെ ദ്രവ്യങ്ങൾ ചേർക്കണം. അപ്പൊ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ജിജ്ഞാസുക്കൾ ചരക സംഹിത പഠിക്കുക. ആ ചരക സംഹിതയിലെ പ്രസൂത ധർമ്മം എന്നുള്ള അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ വിസ്തരിച്ച് ഓരോ മരുന്നുകളുടെ പേരും, ആ മരുന്നുകൾ ഏത് ദിവസം കഴിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കണം എന്നൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇനി അന്യത്ര ആയുരാരോഗ്യ മേഖലകളിലും ഇതിന്റെ പ്രതിപാദനമുണ്ട്. അപ്പൊ ഇതിന്റെ വിസ്തരിച്ച അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ റെഫറൻസ് ചെയ്യും. ഒരു ഗുരു പറയുന്നു, അന്യത് ശുദ്ധികർമ്മ പുണ്യം ച കാര്യം. ശുദ്ധിക്കുള്ള പുണ്യകരങ്ങളായ മറ്റു കർമ്മങ്ങളും ചെയ്യണം. അപ്പൊ ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ജീവിതത്തിന്റെ വീക്ഷണം. ആ ജീവിതത്തിന്റെ വീക്ഷണം കേവലം ജനിക്കുക, ഒരുപാട് നാള് ജീവിക്കുക, അതിനുശേഷം മരിക്കുക എന്നിന് മാത്രം പരിമിതപ്പെട്ട ഒരാൾക്ക് ജീവിതത്തെ സംസ്കരിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരു അദൃഷ്ട സത്തയെ അംഗീകരിച്ച് ആ അദൃഷ്ട സത്തയുടെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ അദൃഷ്ട സത്തയുടെ ഇച്ഛക്കനുസരിച്ച് ഈ ഒരു പ്രപഞ്ചഗതി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു അദൃഷ്ട സത്തയെ മാനിക്കാൻ തയ്യാറായ ഒരു വ്യക്തിക്ക് മാത്രമേ ബാഹ്യമായിരിക്കുന്ന കേവലം പ്രാകൃതമായിരിക്കുന്ന ജീവിതത്തെ അതിക്രമിക്കാൻ സാധിക്കും. നോക്കൂ, പ്രസൂത ആശൗച ശുദ്ധി ഏകാദശി അഹരി, അതൊരു സാമാന്യമായ രീതിയിലുള്ള ഒരു ശുദ്ധികർമ്മം മാത്രമാണ്. അതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ സംസ്കൃതമാക്കണമെങ്കിൽ, സംസ്കരിച്ചെടുക്കണമെങ്കിൽ അന്യത് ശുദ്ധികർമ്മം പുണ്യം ച കാര്യം. ആ ജനിച്ച് വീണ കുഞ്ഞിനും ആ മാതാവിനും ഒരു ശ്രേഷ്ഠമായ ഒരു സങ്കല്പം എല്ലാ ജനങ്ങളിൽ നിന്നും ലഭിച്ച് ഒരു ശ്രേഷ്ഠമായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്നും കൂടി പറയുന്നു. ആ പുണ്യകർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതും ചരക സംഹിതയിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിസ്തരിച്ച് അത്തരം റെഫറൻസുകളിലൂടെ പറയേണ്ട കാര്യമില്ല. അത് ജിജ്ഞാസുകളായ ജനങ്ങൾക്ക് അത് പരിശോധിച്ച് പഠിക്കാം. അതിനുശേഷം ഗുരു പറയുന്നു, 109ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പക്ഷാദുപരി കർത്തവ്യം അർവാ മാസത്രയാദവി ജാതസ്യ നാമകരണം തതുവത് നിഷ്ക്രമണം ഗൃഹാത്. പക്ഷാദുപരി കർത്തവ്യം അർവാങ്മാസത്രയാദപി ജാതസ്യ നാമകരണം തദ്വത് നിഷ്ക്രമണം ഗൃഹാത്. ജാതസ്യ നാമകരണം പക്ഷാത് ഉപരി കർത്തവ്യം. ജനിച്ച കുഞ്ഞിനും, ഒരു കുഞ്ഞ് ജനിച്ച് വീണു കഴിഞ്ഞാൽ അവനൊരു പേര് കൊടുക്കണം. ആ പേര് എപ്പോഴാണ് കൊടുക്കേണ്ടത്? പക്ഷാത് ഉപരി കർത്തവ്യം. പക്ഷം എന്ന് പറയുമ്പോൾ ഒരു പക്ഷം, ചന്ദ്രമാസ പ്രകാരം 2 പക്ഷങ്ങളുണ്ട്. കർത്തവാവിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് വെളുത്തവാവ് വരെയുള്ള ആ 15 ദിവസത്തെ നമ്മൾ ശുക്ലപക്ഷം അഥവാ വെളുത്ത പക്ഷം എന്ന് പറയും. അതേപോലെ തന്നെ വെളുത്തവാവിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് കറുത്തവാവ് വരെയുള്ള പക്ഷത്തെ നമ്മൾ എന്ത് പറയുന്നു? കൃഷ്ണപക്ഷം എന്ന് പറയും. അപ്പൊ പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസമാണ്. ഒരു 15 ദിവസത്തിന് ശേഷമാണ് കുഞ്ഞിനൊരു പേര് കൊടുക്കേണ്ടത് എന്ന് ഗുരു നിർദ്ദേശിക്കുന്നു. എന്നിട്ട് പറയുന്നു, തദ്വത് ഗൃഹാത് നിഷ്ക്രമണം അറുവാങ് മാസത്രയാത് അപി കർത്തവ്യം. 3 മാസം, അറുവാങ് മാസം എന്ന് പറഞ്ഞാൽ 3 മാസത്തിന് ശേഷം, 3 മാസത്തിന് ശേഷമല്ല, 3 മാസത്തിനകം
അറുവാങ് എന്ന് പറഞ്ഞാൽ 3 മാസത്തിനകം നടത്തും. മാസത്രയാത്ത് അറുവാങ്, 3 മാസത്തിനകം കുഞ്ഞിനെ വെളിയിലേക്ക് കൊണ്ടുവരണം. വാസ്തവത്തിൽ ഈ കർമ്മങ്ങൾ ഷോഡശ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കർമ്മങ്ങളാണ്. ഷോഡശ സംസ്കാരത്തിലെ ഒരു കർമ്മമാണ് നാമകരണവും, അതേപോലെ മറ്റൊരു കർമ്മമാണ് നിഷ്ക്രമണവും. ആ നിഷ്ക്രമണം എന്നുള്ള ആ ഷോഡശ സംസ്കാരത്തിൽ വരുന്ന ആ കർമ്മത്തെ അതേപോലെ തന്നെ ഗുരുദേവൻ ഇവിടെ അനുവർത്തിക്കുകയാണ് നിഷ്ക്രമണം എന്ന വാക്കിലൂടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത്, വർത്തമാന കാലത്ത് ഈ വിദ്വജ്ജനങ്ങൾക്കിടയിൽ വലിയ വിവാദം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഗുരുദേവൻ സനാതന ധർമ്മത്തെ അംഗീകരിച്ചു, സനാതന ധർമ്മത്തെ അംഗീകരിച്ചില്ലയോ എന്നൊക്കെ. വാസ്തവത്തിൽ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും കാതലായ ഒരു ജീവിത പദ്ധതിയാണ് ഷോഡശ സംസ്കാരം. 16 സംസ്കാരങ്ങളുണ്ട്. ഗർഭാധാനം തൊട്ട് അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങൾ. ആ 16 സംസ്കാരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംസ്കാരമാണ് നിഷ്ക്രമണം. നോക്കുക, ആ നിഷ്ക്രമണത്തെ അതേപോലെ തന്നെ ഗുരുദേവനോട് അനുവർത്തിച്ചു. ഗൃഹാത്ത് നിഷ്ക്രമണം അറുവാങ് മാസത്രയാത്ത്. നിഷ്ക്രമണം എന്നുള്ള വാക്കിന് വെളിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമുണ്ട്. എങ്കിൽ കൂടിയും ഷോഡശ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ വാക്കാണ് നിഷ്ക്രമണം. അപ്പൊ സനാതനമായിരിക്കുന്ന ഒരു ജീവിതചര്യയെ, ഒരു ജീവിത രീതിയെ ഗുരുദേവൻ പരിപൂർണമായിട്ടും അംഗീകരിച്ചിരിക്കുന്നു. അംഗീകരിച്ചില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കും. 100% അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഷോഡശ സംസ്കാരത്തിൽ ഉപനയനം തുടങ്ങിയ ചില ക്രിയകളുണ്ട്. പൂണൂല് ധരിക്കുക, ഉപനയന സംസ്കാരം, അത്തരം ക്രിയകളെ ഗുരുദേവൻ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പൊ ഗുരു തന്നെ ഈ ഒരു കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി ഏതൊരു ആശയത്തെ നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സനാതനമായിരിക്കുന്ന ഒരു ധർമ്മം ഇവിടെ നിലനിൽക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരും പൊതുവെ വ്യവഹരിക്കുന്ന ഹിന്ദു മതം, ആ ഹിന്ദു മതത്തിന്റെ മറ്റൊരു പേരാണ് സനാതന ധർമ്മം എന്നുള്ളത്. ഇപ്പൊ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിശ്വാസധാരകൾ, ഒരുപാട് ആശയങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ ആശയങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് ഹിന്ദു മതം എന്നുള്ളത്. ഇപ്പൊ ഒരുപാട് ശ്രീനാരായണ സംഘടനകളുണ്ട്. SNDP യോഗമുണ്ട്, ശിവഗിരി മഠം ധർമ്മസംഘമുണ്ട്, നമ്മുടെ സ്മൈൽ സാധന ട്രസ്റ്റ് ഉണ്ട്. അതേപോലെ നിരവധിയായ ചെറുതും വലുതുമായ നിരവധിയായ ഗുരുവിനെ മുൻനിർത്തി ഗുരുവിന്റെ ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കുന്ന സംഘടനകളുണ്ട്. ഇവയെല്ലാം ചേർത്ത് നമ്മൾ പൊതുവായിട്ട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നു. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തീർത്തും സ്വതന്ത്രമായ, മീൻസ് സംഘടനാപരമായിട്ട് തീർത്തും സ്വതന്ത്രമായ ഒരുപാട് ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പൊതുവെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നു. പക്ഷെ ഇവയുടെ എല്ലാം ഒരു ആശയം ഏകമായിരിക്കും. അവരുടെ പ്രവർത്തന രീതി ശൈലിക്ക് വ്യത്യാസമുണ്ടെങ്കിൽ കൂടിയും ഒരു ഏകമായ ആശയം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തീർത്തും സ്വതന്ത്രങ്ങളായ സാങ്ക്യ മതം, വൈഷ്ണവ മതം, ശാക്തേയ മതം, നൈയായിക മതം, ഗാണപത്യം, അതേപോലെ ഒരുപാട് ആശയധാരകളുടെ അതിന്റെ ഒരു കൂടിച്ചേർച്ചയാണ്, ഒരു കൂട്ടായ്മയ്ക്കാണ് എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയ്ക്ക് പൊതുവെ പറയുന്ന പേരാണ് ഹിന്ദുമതം. ആ ഹിന്ദുമതത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു നശിക്കാത്ത മൂല്യങ്ങളുടെ ആകെത്തുക, ഒരു ജീവിതമാണ്. അപ്പൊ ആ സനാതന ധർമ്മ വ്യവസ്ഥിതിയിൽ ത്യജിക്കേണ്ടുന്ന കാര്യങ്ങൾ ഗുരുദേവൻ തള്ളിക്കൊണ്ടാണ് അതിനെ സ്വീകരിച്ചത്. അല്ലാതെ സനാതന ധർമ്മത്തിൽ ഏതെങ്കിലും ഒരു വിഷയം, ഏതെങ്കിലും ഒരു കാര്യത്തെ ഗുരുദേവൻ തള്ളി എന്നതുകൊണ്ട് സനാതന ധർമ്മത്തെ പൂർണ്ണമായും ഗുരു തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് അബദ്ധമാണ്. നമുക്കൊരു ആ വ്യക്തി നമ്മുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ നമ്മുടെ മിത്രമാണെന്ന് കരുതി. അപ്പൊ ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സ്വഭാവം എനിക്കിഷ്ടമില്ല, ആ വ്യക്തിയുടെ ആകെ സ്വഭാവത്തിൽ ഒരു രീതിയെ എനിക്കിഷ്ടമില്ല, അത് ഇഷ്ടമല്ല എന്നതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കുമോ? ആ സ്വഭാവ സവിശേഷതയെ മാത്രം തള്ളിക്കളയുന്നു, ആ പ്രത്യേകമായിരിക്കുന്ന സ്വഭാവത്തെ മാത്രം തള്ളിക്കളയുന്നു. പക്ഷെ നമ്മൾ ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്നു. അതേപോലെ ജാതി ചിന്തകളെ, ജാതിപരമായ വിവേചനങ്ങളെ തള്ളിക്കളഞ്ഞു, എതിർത്തു എന്നുള്ളത് കൊണ്ട് ഗുരുദേവൻ സനാതന ധർമ്മത്തെ ആകെ തള്ളിക്കളഞ്ഞു എന്ന രീതിയിൽ വലിയ പ്രചരണ കോലാഹലങ്ങൾ നടക്കുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളെ പ്രമാണമാക്കേണ്ടത്. നമ്മെ സംബന്ധിച്ച് ഗുരുവിന്റെ ദർശനം ഗുരുവിന്റെ കൃതികളിലൂടെയും ഗുരുവിന്റെ ജീവിതത്തിലൂടെയുമാണ് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. മറ്റൊരു തെളിവും നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മനോകൽപിതങ്ങളായ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഗുരുവിനെ സമർത്ഥിക്കാൻ ശ്രമിക്കരുത്. ഗുരുവിന്റെ കൃതിയിൽ ഗുരുവൻ വ്യക്തമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം എപ്രകാരമാണ് സംസ്കരിക്കപ്പെടേണ്ടത് എന്നുള്ളത് സനാതന ധർമ്മത്തിന്റെ ജീവിതചര്യയായ ഷോഡശ സംസ്കാരം,
ആ ഷോഡശ സംസ്കാരത്തിൽ ഓരോ സംസ്കാരത്തെയും എടുത്ത് എടുത്ത് കാണിക്കുകയാണ്. കുഞ്ഞിന് ജസ്റ്റ് ഒരു പേരിടുക എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുക്കുക, ആ പേര് കൊടുക്കുക എന്നുള്ളതല്ല കാര്യം. മറിച്ച് അതിനെ ഒരു സംസ്കാരമാക്കി, ഒരു നാമകരണ സംസ്കാരമാക്കി 15 ദിവസത്തിന് ശേഷം അതിനൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം. അതായത് ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ച രീതിയിൽ നമുക്ക് ആ ചടങ്ങിനെ ക്രമീകരിക്കാം. പക്ഷെ ആ ചടങ്ങ് ഗുരു വിഭാവനം ചെയ്ത ഒരു കൽപ്പന, ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തോട് ചേരുന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ സങ്കല്പത്തോട് ചേർന്നുകൊണ്ട് അതിനെ ലളിതമാക്കി, ഇനി അല്പം കൂടി അതിനെ ഐശ്വര്യപ്രദമാക്കി നമുക്ക് ആ ചടങ്ങ് ചെയ്യാം. അതിനൊരു ചടങ്ങാക്കി, ഒരു നാമകരണത്തെ ഒരു ചടങ്ങാക്കി കുഞ്ഞിന് കൊടുക്കുക, ആ നാമത്തെ കുഞ്ഞിന് പ്രദാനം ചെയ്യുക എന്നുള്ളത് എന്താണ്? അത് സനാതന ധർമ്മ ജീവിതചര്യയിലെ ഷോഡശ സംസ്കാരത്തിൽ വരുന്നൊരു കാര്യമാണ്. ഗുരു അതിനെ അതേപോലെ അംഗീകരിച്ചു, അനുവർത്തിച്ചു. അതേപോലെ തന്നെ 3 മാസത്തിനകം നിഷ്ക്രമണം ചെയ്യുക. നിഷ്ക്രമണം എന്നത് ഷോഡശ സംസ്കാരത്തിലെ ഒരു കാര്യമാണ്. ഗുരു അതിനെ അതേപോലെ അംഗീകരിച്ചു, അനുവർത്തിച്ചു. അപ്പൊ സനാതന ധർമ്മത്തെ പരിപൂർണമായിട്ടും സ്വാമി തിരുപ്പാദങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന വാദഗതികൾ നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. കാരണം എന്തുകൊണ്ട്? ഇത്തരം കൃതികളിലൂടെ ഗുരുവിന്റെ സനാതന ധർമ്മത്തോടുള്ള കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്നു. അപ്പൊ നാമകരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഗുരുദേവൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ അർവാങ് മാസത്രയാത് അഭി കർത്തവ്യം ഗൃഹാത്ത് നിഷ്ക്രമണം എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞാൽ, ഒരു 3 മാസം കഴിഞ്ഞ് സാധാരണ അത് സാമ്പ്രദായികമായിട്ട് പറയുന്നത് വെളുത്ത പക്ഷത്തിലെ തൃതീയ ദിവസമാണ്. പ്രഥമ തിഥി, അതേപോലെ 2ാമത്തെ തിഥി, 3ാമത്തെ തിഥിക്കാണ് തൃതീയ എന്ന് പറയുന്നത്. വെളുത്ത പക്ഷം മീൻസ് നമ്മുടെ കറുത്തവാവ് കഴിഞ്ഞ് 3ാമത്തെ ദിവസം, കറുത്തവാവ് കഴിഞ്ഞ് പ്രതിപദ, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചില സ്ഥലങ്ങളിൽ 4ാമത്തായിട്ട് വരാറുണ്ട്. അതിൽ ഭേദങ്ങളുണ്ട്. എങ്കിൽ കൂടിയും കറുത്താവ് കഴിഞ്ഞിട്ടുള്ള തൃതീയക്ക്, ആ തൃതീയക്കാണ് നമ്മൾ കുഞ്ഞിനെ ആദ്യമായിട്ട് ആദിത്യ ദർശനം നടത്തേണ്ടത് എന്ന് ഷോഡശ സംസ്കാരത്തിൽ പറയുന്നു. ആ കുഞ്ഞിനെ അച്ഛനും അമ്മയൊക്കെ എടുത്ത്, അത് ഇന്നും വടക്കൻ ഭാരതത്തിൽ ഈ നിഷ്ക്രമണ കർമ്മം വലിയ രീതിയിൽ ആഘോഷമായിട്ട് നടത്താറുണ്ട്. അന്ന് വലിയ രീതിയിൽ വീടുകളിൽ ബന്ധുക്കളൊക്കെ വരുന്നു. അതേപോലെ സന്യാസിമാർക്കും മുതിർന്ന ആൾക്കാർക്കുമൊക്കെ അന്നദാനം കൊടുക്കുന്നു, വൈദികർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ദാനം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. വലിയൊരു ചടങ്ങാക്കി ഇന്നും അത് വടക്കേന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കാറുണ്ട്. എന്നിട്ട് അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആദ്യമായിട്ട് സൂര്യനെ കാണുന്നു. കുഞ്ഞ് ആദ്യമായിട്ട് സൂര്യൻ നോക്കുന്നു. അത് 3 മാസത്തിന്റെ ഉള്ളിൽ ഏറ്റവും അവസാന ദിവസം കുഞ്ഞ് ജനിച്ച തിഥിയിലോ അല്ലെങ്കിൽ ഇതേപോലെ വെളുത്ത പക്ഷത്തിലെ തൃതീയ ദിവസത്തിലോ ഈ ഒരു ചടങ്ങ് നടത്തുക. ആ ചടങ്ങിന്റെ പേരാണ് നിഷ്ക്രമണം. ആദ്യമായിട്ട് ബാഹ്യലോകത്തെ കാണിക്കുന്നു, ആദിത്യനെ കാണിക്കുന്നു. അപ്പൊ നമുക്ക് കുഞ്ഞ് ആദ്യമായിട്ട് ബാഹ്യമായ ജഗത്തിലേക്ക് വരുന്നത്, ആ വരുന്നതിനെ പോലും ഒരു സംസ്കൃതമായ ഒരു സംസ്കാരമാക്കി തീർത്തിരിക്കുന്നു. എന്നിട്ട് അന്ന് പകല് ആദിത്യനെ കാണിച്ചതിന് ശേഷം അന്ന് ചന്ദ്രദർശനത്തെയും കാണിക്കും. ഇതോടുകൂടി നിഷ്ക്രമണം എന്നുള്ള ചടങ്ങ് പൂർണ്ണമാകും. അടുത്ത ശ്ലോകത്തിൽ ഗുരുദേവൻ എങ്ങനെയാണ് നാമകരണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 110. സുഭജം സുശ്രവം നാമധേയം അല്പാക്ഷര അർത്ഥവത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ വിദധീത ശുഭേഹനേ. ഒന്നുകൂടി ചൊല്ലാം. സുഭജം സുശ്രവം നാമധേയം അല്പാക്ഷര അർത്ഥവത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ വിദധീത ശുഭേഹനേ. ഗുരു പറയുന്നു, ശുഭേ പുണ്യനക്ഷത്രേ അഹനെ. ശുഭമായ പുണ്യനക്ഷത്ര ദിവസം, ഒരു ശുഭമായ മുഹൂർത്തം എന്ന് പറയുക പകലാണ്. അപ്പൊ നാമകരണ സംസ്കാരം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത്, അതേപോലെ തന്നെ നാമകരണ സംസ്കാരത്തെ ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനിച്ച ഉടനെ തന്നെ ചിലപ്പോൾ ആധാർ കാർഡിലും മറ്റും പേര് ചേർക്കേണ്ടത് കൊണ്ട് നമ്മൾ പേര് നേരത്തെ കൊടുക്കേണ്ടി വരും. എങ്കിൽ കൂടിയും അതിനൊരു സംസ്കാരമാക്കി 15 ദിവസത്തിന് ശേഷം ഗുരു പറഞ്ഞതുപോലെ ഒരു നാമകരണ സംസ്കാര ചടങ്ങ് നിർബന്ധമായിട്ട് നടത്തണം. അത് അതാത് ദേശത്ത് എങ്ങനെയാണോ അതിനനുവർത്തിക്കുക. പക്ഷെ ആ ചടങ്ങ് ഗുരുവിന്റെ സങ്കല്പമുണ്ട്, ഗുരുവിന്റെ ആ സങ്കല്പത്തിന് അനുരൂപമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പുണ്യമായ ദിവസം കുഞ്ഞിന് ഒരു നല്ലൊരു പേര് കൊടുക്കണം. ആ പേര് എപ്രകാരമായിരിക്കണം? ഗുരു പറയുന്നു, സുവചം
നല്ലൊരു വാക്കായിരിക്കണം. സുശ്രവം, ആ പേര് കേൾക്കാൻ നമുക്ക് നല്ല സുഖമുണ്ടായിരിക്കണം. കേട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു കുളിർമ വരണം. അല്പാക്ഷരം അർത്ഥവത്ത്, ഏറ്റവും കുറഞ്ഞ അക്ഷരമാണ്, ഏറ്റവും കുറഞ്ഞ അക്ഷരം ഉണ്ടായിരിക്കണം. പക്ഷെ ആ ഏറ്റവും കുറഞ്ഞ അക്ഷരം എന്താണ്? അത് വലിയ അർത്ഥത്തെ ബോധിക്കുന്നതായിരിക്കണം. ഒരു വിദ്വാൻ, ഒരു അറിവുള്ള ആളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നതിലല്ല, മറിച്ച് ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വലിയൊരു ആശയത്തെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ എന്നതിലാണ്. ഇപ്പോ നമ്മൾ ഒരുപാട് കൃതികളെ കുറിച്ച് പഠിക്കാറുണ്ട്. കൃതികൾക്ക് വ്യത്യസ്തമായ ശൈലികളുണ്ട്. ചില കൃതികൾ ഗദ്യകൃതികളായിരിക്കും, അത് ഗദ്യരൂപത്തിലായിരിക്കും എഴുതുന്നത്. ചിലത് പദ്യരൂപത്തിലായിരിക്കും എഴുതുന്നത്. ചിലത് വേറെ ഏതെങ്കിലും ഒരു കാരിക എന്ന് പറയുന്ന രൂപമുണ്ട്. അങ്ങനെ പല പല രീതിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വിവിധ ശൈലികൾ ഏറ്റവും മഹത്വമേറിയ ശൈലിയാണ് സൂത്രം എന്ന് പറയുന്നത്. സൂത്രശൈലി. സൂത്രശൈലിയിൽ ഒരു കൃതി എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമാണ്. ബാദരായണ മഹർഷിക്ക് ശേഷം സൂത്രശൈലി ഒരു കൃതി എഴുതിയത് ഗുരുദേവനാണ്, വേദാന്ത സൂത്രം. അപ്പൊ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പാക്ഷരം അസന്നിഗ്ധം സാരവത്ത് വിശ്വതോമുഖം അസ്തോഭ്യം അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഹു. ഇതാണ് സൂത്രത്തിന്റെ നിർവചനം. അല്പാക്ഷരം അസന്നിഗ്ധം സാരവത് വിശ്വതോമുഖം, ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഏറ്റവും വലിയൊരു അർത്ഥത്തെ ബോധിപ്പിക്കും. ഇതാണ് സൂത്രം. ഇപ്പൊ ഗുരുദേവന്റെ വേദാന്ത സൂത്രം എടുത്താൽ അതിൽ ഓരോ സൂത്രം വളരെ കുറഞ്ഞ വാക്കുകൾ, പക്ഷെ അത് വലിയ അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഇപ്പൊ നോക്കൂ, വ്യാകരണം, സംസ്കൃത വ്യാകരണത്തിന് പ്രമാണ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി എന്ന് പറയും. ആ അഷ്ടാധ്യായിയിൽ 4000 സൂത്രങ്ങളുണ്ട്. 4000 സൂത്രങ്ങൾ ചേർന്ന ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. ആ അഷ്ടാധ്യായിൽ ഒരു സൂത്രമാണ് ആ അ. നോക്കൂ, ആകെ എത്രയേ ഉള്ളൂ? ആ അ. പക്ഷെ ആ സൂത്രത്തിന്റെ അർത്ഥം വളരെ വിശാലമാണ്, ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്ന സൂത്രമാണ്. അപ്പൊ ആ സൂത്രത്തിന്റെ അർത്ഥം എങ്ങനെ ഗ്രഹിക്കണം എന്നുള്ളത് നമ്മളത് പഠിക്കണം അതിനെ കുറിച്ച്. പക്ഷെ ആ സൂത്രത്തിലൂടെ വലിയ ഒരു അർത്ഥബോധനം നമുക്ക് വരും. അപ്പൊ എന്താണ് സൂത്രം? ഏറ്റവും കുറഞ്ഞ വാക്ക് വലിയ അർത്ഥത്തെ ബോധിപ്പിക്കാം. ഇപ്പൊ കുഞ്ഞിന് നമ്മൾ പേരിടുമ്പോൾ ആ പേര് പരമാവധി കുറഞ്ഞ വാക്കുകളാക്കുക. വലിയ വാക്കുകൾ ശ്രീ ശ്രീ 1008 മഹാമണ്ഡലേശ്വർ എന്നൊക്കെ പറഞ്ഞ വലിയ വാക്കുകളൊക്കെ ആക്കാതെ ചെറിയ വാക്കുകൾ, ഒരു കുഞ്ഞു വാക്കുകൾ പരമാവധി. അതായത് ഒരു ഗ്രന്ഥം പറയുന്നത് 2 അക്ഷരം മാത്രമേ പാടുന്ന, പക്ഷെ 2 അക്ഷരം നമുക്ക് അത് പ്രായോഗികമല്ല എങ്കിൽ കുറഞ്ഞ വാക്കുകൾ വലിയ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒരു പേര് കൊടുക്കുക. ആ പേര് കേൾക്കുവാൻ നമുക്ക് നല്ല ഇമ്പം വേണം. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിന് ഒരു നല്ലൊരു ഇമ്പം ഉണ്ടാക്കുന്ന പേരായിരിക്കണം. സുഭജം, നല്ല വാക്കായിരിക്കണം. അക്ലിഷ്ടം, ഒരിക്കലും ആ പേരിൽ ഒരു ക്ലിഷ്ടത വരരുത്, പേര് കഠിനമായിട്ട് തോന്നരുത് എന്ന രീതിയിൽ ഒരു പേരിടണം. അപ്പൊ നോക്കൂ, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചേക്കാം. വാസ്തവത്തിൽ നാമം, നാമി. നാമി എന്ന് പറഞ്ഞാൽ ആ പേര് നാം ആർക്ക് കൊടുക്കുന്നുവോ ആ വ്യക്തിയുടെ പേരാണ് നാമി. ആ വ്യക്തിയാണ് നാമി എന്ന് പറയുന്നത്. ആ വ്യക്തിയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ചിന്തകളെ സ്ഫുരിപ്പിക്കുന്നതാണ് പേര്. അപ്പൊ ഏത് പേര് കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആ പേരിന്റെ നാമിയുടെ സ്മരണ ഉണ്ടാകും. ഏത് പേര് കേട്ട് കഴിഞ്ഞാലും ആ നാമിയുടെ സ്മരണ മാത്രമല്ല, ആ നാമി എപ്രകാരമാണോ എങ്ങനെയാണോ അതിനനുസരിച്ചൊരു ഭാവം, ഒരു സംസ്കാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. സൂര്യൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സൂര്യൻ എന്നൊരാൾ പറയുമ്പോൾ തന്നെ നാം ആ വാക്കിനെ കേൾക്കുന്നു. ആ കേട്ട നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ സൂര്യന്റെ ഗുണങ്ങള്, ഭാവങ്ങൾ എല്ലാം തന്നെ സ്ഫുരിതമാകുന്നു. നമ്മൾ ബോധവാനല്ലെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ സൂര്യന്റെ ഉഷ്ണവും സൂര്യന്റെ വെളിച്ചം എല്ലാം ഉള്ളിൽ ജ്വലിക്കുന്നു. കാരണം നാമം കേട്ട് കഴിഞ്ഞാൽ നാമി ഉള്ളിൽ പ്രകടമാകും, അത് ഉറപ്പാണ്. അതേപോലെ നോക്കൂ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി എന്ന് കരുതുക. ആ വ്യക്തിയുടെ പേര് കേട്ടാൽ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയുടെ സംസ്കാരം ജനിതമാകുന്നു, ജാഗ്രതമാകുന്നു, എന്തോ ഒരു അസ്വസ്ഥത വരും. അപ്പൊ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ ആ പേര് നമ്മുടെ മനസ്സിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലൊരു പ്രതിഫലനം ഉണ്ടാക്കുന്നു, അത് ഉറപ്പാണ്. അതുകൊണ്ട് പേരെപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായ പേരിടുക. ഈ ശ്രേഷ്ഠമായ പേരെന്ന് പറയുമ്പോൾ ഈശ്വരന്റെ സ്മൃതിയെ, ഈശ്വരന്റെ സ്മരണകളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പേരുകൾ. ആ പേരുകൾ എന്തായിരിക്കണം? സുഭജമായിരിക്കണം, അതിൽ ഒരു അർത്ഥം ഉണ്ടായിരിക്കണം. നോക്കൂ, നീരജ. നീരജയുടെ പേര് എല്ലാവർക്കും അറിയാം. എന്താ പേരിന്റെ അർത്ഥം? നീരേ ജായതി, ജലത്തിൽ ജനിച്ചവൾ. ആരാണ് ജലത്തിൽ ജനിച്ചത്? താമര.
ഇപ്പൊ താമര എന്നുള്ള ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ സ്മരിച്ചു. ഇപ്പൊ ദർശന അതൊരു പേരാണ്. എന്താ അതിന്റെ അർത്ഥം? ദർശതേ അനേന. നമ്മള് ഒരു ഉയർന്ന കാഴ്ചപ്പാട്, ഉയർന്ന വീക്ഷണത്തെ നമ്മൾ ഏതൊന്നിലൂടെയാണോ വീക്ഷിക്കുന്നത് അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. കേവലം കണ്ണിലൂടെ കാണുന്നത് മാത്രമല്ല ദർശനം, നമ്മുടെ ബുദ്ധിയിലൂടെ നമ്മൾ ദർശിക്കുന്നുണ്ട്. ബുദ്ധിയിലൂടെ ദർശിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. നമ്മൾ ദർശനമാല പഠിക്കുമ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മൃഗങ്ങള് അവരുടെ മുമ്പിൽ കാണുന്ന ഒന്നുണ്ട്. അവരുടെ മുമ്പിൽ എന്താണോ കാണുന്നത് അതിനെ മാത്രമേ ഒരു മൃഗത്തിന് അറിയൂ. അതുകൊണ്ട് മൃഗങ്ങളുടെ സംസ്കൃത പേരാണ് പശു എന്നുള്ളത്. പശു എന്ന് പറഞ്ഞാൽ എന്താണ്? പശ്യതി ഇതി പശു. കാണുന്നയാളാണ് പശു. എന്തിനെ കാണുന്നു? പ്രത്യക്ഷം പശ്യതി ഇതി പശു. മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഒന്നിനെ കാണുന്നു. അതാണ് സത്യമെന്ന് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, മാനിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പശു അഥവാ മൃഗം എന്ന് പറയുന്നത്. അപ്പൊ ദർശനം എന്താണ്? കേവലം നമ്മുടെ കണ്ണിലൂടെ മുമ്പിൽ ഉള്ള ഒന്നിനെ കാണുക മാത്രമല്ല ദർശനം. മറിച്ച് മുമ്പിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കാണുന്നു. ആ കാര്യങ്ങളെ കണ്ട് ആ കാര്യങ്ങൾക്ക് പുറകിൽ വലിയൊരു കാരണമുണ്ടെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് അനുമാനിച്ചറിയും. ഇപ്പൊ നല്ലൊരു മഴ പെയ്യുന്നു. ആ മഴ പെയ്യുമ്പോൾ കണ്ണുകൊണ്ട് ആ മഴയെ കാണും. പക്ഷെ ബുദ്ധി കൊണ്ടോ ആ മഴ പെയ്യാനുള്ള കാരണത്തെ കാണും. അതുപോലെ നമ്മൾ കണ്ണുകൊണ്ട് മുമ്പിലുള്ള ഈ പ്രപഞ്ചത്തെ കാണുന്നു. ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തിന്റെ പുറകിലുള്ള ആ ഈശ്വര സത്തയെ, ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഒരു കാര്യമാണെങ്കിൽ ഇതിന് കാരണമായി അദൃഷ്ടമായ ഒരു ഈശ്വര സത്ത ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണുന്നു? കണ്ണോടാണോ കാണുന്നത്? അല്ല, നമ്മൾ കാണുന്നത് ബുദ്ധി കൊണ്ടാണ് കാണുന്നത്. അപ്പൊ ബുദ്ധി കൊണ്ട് ഉയരുന്ന ദർശനത്തെ വീക്ഷിക്കുക. ദർശതേ അനേന ഇത് ദർശനം. നോക്കൂ, ആ പേരിന്റെ അർത്ഥം നോക്കൂ. വലിയ 4 വരിയുള്ളൂ, പക്ഷെ വലിയൊരു ആശയത്തെ, വലിയൊരു വേദാന്ത ദർശനത്തെ ആ പേരിൽ വന്നിരിക്കുന്നു. ധന്യതയെ ഉണ്ടാക്കുന്നത് ആരാണ്? ധന്യ. നോക്കൂ, ബാൻസുരിയെ വായിക്കുന്നു. ബാൻസുരി എന്താണ്? ബാൻസുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴലാണ്. ലാൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ കുട്ടിക്കാലത്തെയാണ് ലാൽ എന്ന് പറയുന്നത്. ബാൻസുരി ലാൽ എന്നതിന്റെ മറ്റൊരു പദമാണ് ബൻസാൽ എന്നുള്ളത്. ബൻസാൽ എന്ന് പറഞ്ഞാൽ ബാൻസുരി ലാൽ, ഓടക്കുഴൽ വായിക്കുക. അങ്ങനെ ഓരോരോ പേരിന് എടുത്തു കഴിഞ്ഞാൽ ആ പേരിൽ ഒരു ശ്രേഷ്ഠമോ. ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണൻ മറ്റൊരു പേരാണ് ബാൻസുരിലാൽ. ആ ബാൻസുരിലാലിനെ ബൻസിലാൽ എന്ന് പറയുന്നു. വംശി എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണ്, വംശി. ആ വംശിയുടെ ഗ്രാമ്യമായ പദമാണ് ഭൻസി. ഭൻസിലാലാണ് ബൻസിലാലായിട്ട് മാറിയത്, ബാൻസുരിലാലായിട്ട് മാറി. അങ്ങനെ ഏതൊരു പദത്തിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു ഉയർന്ന ഒരു ആശയത്തെ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ആ പേര് വലിയൊരു ആദർശത്തെ ബോധിപ്പിക്കുന്ന പേരിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ വലിയൊരു ഇമ്പാക്ട് ഉണ്ട്. കാരണം ഒരു 10,000 വട്ടം, ലക്ഷക്കണക്കിന് വട്ടം ആ കുഞ്ഞിനോട് ആൾക്കാർ ഈ പേരാണ് ചൊല്ലുന്നത്. ആ മോളെ ഇങ്ങോട്ട് വരും, മോളെ, ആ പേര് പറഞ്ഞ് അതിന്റെ ഉള്ളിൽ വലിയ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ആ നാമിയുടെ സ്മരണ ആ പേരിൽ നിരന്തരം ഉണ്ടാകും. അപ്പോൾ നമ്മളെല്ലാവരും കേട്ട പ്രസിദ്ധമായ ഒരു കഥയാണ് ഭാഗവത്തിൽ വരുന്നത്, അജാമിള മോക്ഷം. അജാമിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും കഠിനമായ പാപകർമ്മം ചെയ്ത ഒരു കഠിനമായ പാപി എന്ന് പറയാം അജാമിളൻ. അത്രയ്ക്കധികം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അജാമിളൻ നല്ലൊരു കുടുംബത്തിലാണ് ജനിച്ചത്. ഒരിക്കലും അച്ഛൻ എന്താ പറഞ്ഞു അജാമിളനോട്? അച്ഛൻ പറഞ്ഞു, നീ ഹോമത്തിനുള്ള ചമത എന്ന് പറഞ്ഞാല് വിറകുകൾ, ഇന്ധനങ്ങൾ, അത് ഇത് പുഷ്പങ്ങളൊക്കെ അന്ന് ഈ കാട്ടിൽ പോയിട്ടാണ് വിറകും ഒക്കെ ശേഖരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ പോലെ പൂജാക്കടയിൽ വാങ്ങിക്കലല്ല. അന്ന് വീടുകളൊക്കെ ഹോമം ചെയ്യാനും മറ്റും കുഞ്ഞുങ്ങൾ ഉടനെ അടുത്തുള്ള കാട്ടിലേക്ക് പറഞ്ഞയച്ച് അവർ കൊണ്ട് ഓരോ കമ്പൊടിച്ച് കൊണ്ടുവരും, ദേവദാരുവിന്റെ കമ്പൊടിച്ച് കൊണ്ടുവരും, അത് കൊണ്ടുവരും, പുഷ്പം കൊണ്ടുവരും. അങ്ങനെയാണ് ഹോമം ചെയ്യാറ്. അപ്പൊ അച്ഛൻ പറഞ്ഞയച്ചു, മകനെ പറഞ്ഞയച്ചു. അപ്പൊ മകന് കാട്ടിൽ പോയി കമ്പൊക്കെ ഒടിച്ച് ഹോമത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മകൻ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയിൽ ഒരു അതിസുന്ദരിയായൊരു വേശ്യ സ്ത്രീയെ കണ്ടു. അപ്പൊ ആ സ്ത്രീയെ കണ്ടപ്പോ ആ സ്ത്രീയിൽ മോഹിതയായി തന്റെ എല്ലാ ധർമ്മത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കൂടെ പോയി. അങ്ങനെ ആ സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ കൊടൂര കൃത്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ആ സ്ത്രീ പറയുന്നത് കേട്ട് മോഷ്ടിക്കാൻ വരെ തുടങ്ങി. അങ്ങനെ കഠിനമായ കർമ്മദോഷങ്ങൾ ചെയ്ത് ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള പാപകർമ്മങ്ങളും ചെയ്തു. എന്തിനു പറയണം, ഏറ്റവും നികൃഷ്ടമായ സ്വന്തം മകളെ പോലും അദ്ദേഹം ഭോഗിക്കാൻ തുടങ്ങി.
അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യാവുന്ന പരമാവധി പാപകർമ്മങ്ങൾ ചെയ്ത് പുള്ളിയുടെ അന്തിമ കാലഘട്ടം വരികയാണ്. പുള്ളിക്ക് ഉറപ്പാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നരകം ഉറപ്പായി കിട്ടുന്ന ഉറപ്പാണ്. അങ്ങനെ ഏതാണ്ട് മരിക്കാനുള്ള സമയത്ത് അടുത്ത നിമിഷം മരിക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അജാമിളിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമന്റെ കിങ്കരന്മാർ വന്നു, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ പ്രാചീനമായ സങ്കല്പമാണ് മരണകാലത്ത് ദേവതകളെ അല്ലെങ്കിൽ യമനെ ഒക്കെ നമ്മൾ ദർശിക്കുമെന്നുള്ളൊരു പ്രാചീനമായ സങ്കല്പമാണ്. അപ്പൊ അജാമിളൻ മുമ്പിൽ കാണുകയാണ്. വളരെ ക്രൂരമായ ഭാവത്തോടു കൂടി യമകിങ്കരന്മാർ തന്നെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരും. ഇത് കണ്ട് ആകെ ഭയന്നു പോയി, ആകെ ഭയന്നു പറിച്ചു. അദ്ദേഹത്തിന് 10 മക്കളുണ്ട്. ഈ 10 മക്കള് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും ഇളയ മകനോടാണ്. ആ ഇളയ മകന്റെ പേര് നാരായണൻ എന്നാണ്. അജാമിളൻ അവിടുന്ന് ഉറക്കെ പേടിച്ച് മകനെ വിളിച്ചു, നാരായണ 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 എന്ന് വിളിച്ചു. അവസാന കാലത്ത് ഒരാൾ വിളിക്കുകയാണ് നാരായണ നാമം. ഉടനെ ആര് വന്നു? വിഷ്ണു പാർഷദന്മാർ വന്നു. വിഷ്ണു ദൂതന്മാർ വന്നു. വിഷ്ണുദൂതന്മാർ വന്ന് ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ യമകിങ്കരന്മാരെ പറഞ്ഞു, അങ്ങ് നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഇദ്ദേഹം ഏറ്റവും പാപിയാണ്. ഏറ്റവും പാപിയായ ഈ വ്യക്തിയെ ഞങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അപ്പൊ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, എത്ര പാപിയായി കഴിഞ്ഞാലും ഒരാള് അന്തിമ സമയം നാരായണനാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ ആ ഗ്രന്ഥത്തില് വിഷ്ണു ദൂതന്മാരും യമകിങ്കരന്മാരും തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് വലിയൊരു സംവാദമുണ്ട്. ഒരുപാട് നീണ്ടുന്ന സംവാദമാണ്. സംസ്കൃതത്തിലാണ്, വളരെ മനോഹരമാണ്. അതെപ്പോഴെങ്കിലും ഭാഗവതം പരിശോധിക്കുമ്പോൾ ആ ഭാഗം ഒന്ന് വായിക്കണം. ഇത് 2 പേര്, അതായത് ഒരു പക്ഷം പറയുന്നു ഇയാൾ പാപകർമ്മങ്ങൾ ചെയ്തു പാപിയാണ്, അതുകൊണ്ട് ഇയാൾക്ക് ഒരു തരത്തിലുള്ള മോചനവും സാധ്യമല്ല. എന്നാൽ മറുപക്ഷം പറയുന്നു അന്തിമ സമയത്ത് നാരായണനാമം ഉച്ചരിച്ചത് കാരണം ഇദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അസ്തമിച്ചെന്ന് പറയുന്നു. വീണ്ടും പറയുന്നു ഇദ്ദേഹം നാരായണനാമം ഉച്ചരിച്ചത് മകനെ ചൊല്ലിയാണ്, അല്ലാതെ ഭഗവാന്റെ സ്മരണയിലല്ല. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ രീതിയിൽ വിഷ്ണുദൂതന്മാരുടെയും യമകിങ്കരന്മാരുടെയും ഒരു സംവാദം ചർച്ചയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നോക്കൂ, അവസാന നിമിഷം ഭഗവാന്റെ നാമം ഒന്ന് ഉച്ചരിച്ചപ്പോൾ, അതും ഏറ്റവും പൂർണ്ണമായ ഏകാഗ്ര മനസ്സോടുകൂടി, ഞാനിതാ നശിക്കുന്നു, ഞാനിതാ ഇല്ലാതായി തീരുന്നു എന്നുള്ള അവസാന ഘട്ടത്തിൽ മറ്റൊരു ആശ്രയവും ഇല്ലാതെ, വേറെ ആരുമില്ല ഗതി, ഹേ രാജയോഗ ജനനി എന്ന് ഗുരു പറഞ്ഞതുപോലെ എല്ലാം ഒരു സമർപ്പണ ഭാവത്തിന്റെ ഒരു ഭാവത്തില് അദ്ദേഹം നാരായണ എന്ന് വിളിച്ചപ്പോ അദ്ദേഹത്തിന് മുക്തി കിട്ടി. അപ്പൊ ഒരു പേരിന്റെ ഒരു അർത്ഥം ഒന്ന് ആലോചിച്ചു. ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിപ്പു ഗുരുമൂർത്തി എന്ന് ആശാൻ പറഞ്ഞു. ഗുരുവിന്റെ ആ നാമം നാരായണൻ എന്നുള്ള നാമം, ആ നാമമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിച്ചത്. ആ നാമം ഇല്ലായിരുന്നെങ്കിലോ, ആ നാമം ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഒരു പേരിലാണ് സർവ്വതും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശ്വരീയതയെ ബോധിപ്പിക്കുന്ന പേരുകൾ നമ്മൾ പരമാവധി ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഒരു കാലത്ത് കേരളത്തിൽ പണ്ട് ഇത്തരത്തിലുള്ള പേരുണ്ടായിരുന്നു. ഇടക്കാലത്ത് പിന്നെ ഷ് എന്ന് പറഞ്ഞ സംസ്കാരമാണ്. അവസാനം ഷ്, ഒരു 3 അക്ഷരമുണ്ട്. സുരേഷ്, ജഗദീഷ്, അല്ലെങ്കിൽ മനീഷ്, മഹേഷ് എന്നൊക്കെ പറഞ്ഞ അവസാനം ഷ് എന്ന് പറയുന്ന വലിയ ട്രെൻഡായിട്ട് മാറി. അതിനുശേഷം വീണ്ടും ഇപ്പോൾ പഴയ പേരുകളെ ബോധിപ്പിക്കുന്ന ഒരുപാട് പേരുകൾ വീണ്ടും ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കല്യാണി, സുലോചന എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വളരെ ശാസ്ത്രീയമായ പദങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു കൾച്ചർ വീണ്ടും വന്നിരിക്കും. എന്തായാലും നമ്മുടെ നാമധേയം ഇപ്രകാരമായിരിക്കുമെന്ന് ഗുരു പറഞ്ഞിരിക്കുകയാണ് 110ാമത്തെ ശ്ലോകത്തിലൂടെ. അപ്പൊ ഞാൻ ഒരിക്കലും വടക്കേന്ത്യയില് ഒരു ഗുരുകുലത്തില് താമസിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു സഹപാഠി, ആ സഹപാഠിയുടെ പേര് ദുര്യോധനൻ എന്നാണ്. അദ്ദേഹം ഒരു ഒറീസക്കാരനാണ്. അപ്പൊ എല്ലാവരും കുഞ്ഞുനാളിലെ പുള്ളിയെ ദുര്യോധനൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിന് പേരതാണല്ലോ. പുള്ളി വളരെ ഇറിറ്റേറ്റഡ് മൈൻഡോട് കൂടിയ ഒരു വ്യക്തിയാണ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് അസ്വസ്ഥനാകും, വലിയ വിഷയമാകും. അപ്പൊ ഗുരുകുലത്തിൽ താമസിക്കാൻ വന്നു. അപ്പൊ ഗുരുകുലത്തിലും ഇതേപോലെ ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് അസ്വസ്ഥനായിട്ട് പ്രതികരിക്കും, വലിയ ബഹളമൊക്കെ. ഒരിക്കൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ആചാര്യൻ എല്ലാവരോടും പറഞ്ഞു, അദ്ദേഹത്തെ ആരും ഇനി ദുര്യോധനൻ എന്ന് വിളിക്കരുത്, പേര് മാറ്റിയിരിക്കുകയാണ്, സുയോധനൻ എന്ന് വിളിക്കുന്നവർ. ഈ മഹാഭാരതത്തിലെ ദുര്യോധനൻ എന്ന കഥാപാത്രത്തിന് ശരിക്കുള്ള പേര് സുയോധനൻ എന്നാണ്. ആ സുയോധനന്റെ കർമ്മങ്ങളെ കണ്ട് ജനങ്ങൾ കൊടുത്ത പേരാണ് ദുര്യോധനൻ. സുയോധനൻ എന്ന് വിളിച്ച് 3-4 മാസം കഴിഞ്ഞപ്പോ, അത് നമ്മളൊരു അതിശയോക്തി പറയല്ല, ഒരുപാട് മാറ്റം അദ്ദേഹത്തിൽ കാണാൻ തുടങ്ങി.
കാരണം നൂറുകണക്കിന് ആൾക്കാർ ഏത് ഭാവത്തിൽ ഒരു പേര് ഉച്ചരിക്കുന്നുവോ ആ ഭാവം നമ്മുടെ ഉള്ളിൽ സംസ്കാരമായിട്ട് ജാഗൃതമാകുമെന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കും. ഇനി ബാലോപചരണം എന്നുള്ളൊരു അധ്യായമുണ്ട്, എന്നൊരു ഭാഗമുണ്ട്. ഈ അധ്യായത്തിന്റെ ആയിട്ടുള്ള ഭാഗമാണ്. അതിനു മുമ്പ് ഒരു ശ്ലോകമുണ്ട്. ഇത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇത് വളരെ കഠിനമായ വിഷയങ്ങൾ അല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ലളിതമായ രീതിയിൽ ക്ലാസ് എടുക്കുന്നത്. മുന്നോട്ട് 5-ാമത്തെ അധ്യായത്തിന് ശേഷം വീണ്ടും ആശ്രമ ധർമ്മം വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി ആഴത്തിൽ വിഷയത്തിൽ ചിന്തിക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഓം തത്സത്.